ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ റോയ്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. നമുക്ക് ഇന്നാണ് ലീവ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസമാണ് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വിടുന്നത് അവന്യൂസ് മാളിലാണ്. ഇത് നമ്മുടെ റൂബി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ എന്തോ ഉണ്ട്. അൽഗോബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അവന്യൂസ് മാൾ. ബസ്സിൽ കയറി ഇവിടെ നിന്ന് 400 പൈസയാണ് ഒരാൾക്ക്. ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അങ്ങനെ കിട്ടും. ഒരു 10-15 മിനിറ്റ് യാത്രയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ അവന്യൂസ് മാൾ. ഞാനിവിടെ അങ്ങനെ കൂടുതൽ സ്ഥലമൊന്നും കണ്ടിട്ടില്ല, എന്നാലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാൾ എനിക്ക് ഫീൽ ചെയ്തത് അവന്യൂസ്. ഇതാണ് മസ്കറ്റ് ഗ്രാൻഡ് മാൾ. ഇത് തൊട്ട് ബാക്കിലാണ്, ഈ അവന്യൂസ് മാളിൻ്റെ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടാകും. അപ്പോൾ അതിനായിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ വന്ന സ്ഥിതിക്ക് നമ്മൾ കറങ്ങി നടക്കണമല്ലോ. വന്നിട്ട് അങ്ങനെ എല്ലാ കടയിലും കയറി വിലയൊക്കെ ചോദിച്ച് കറങ്ങി നടപ്പായിരുന്നു. നമുക്കിവിടെ നിന്നാണ് സാധനം വാങ്ങിക്കുള്ളത്. ഇത് DNP ആണ്, ഡോക്ടർ ന്യൂട്രീഷൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. പ്രോട്ടീൻ, ക്രിയാറ്റിൻ, മെഡിസിൻസ് എല്ലാം സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഒരു ക്രിയാറ്റിൻ എടുത്തതായിരുന്നു, ക്രിയാറ്റിൻ പ്രോട്ടീൻ പൗഡറൊക്കെ എടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ തീർന്നിട്ട് വാങ്ങിക്കാൻ വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വേറൊരു ബ്രാൻഡാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതും ബില്ലിട്ട് പുള്ളിക്കാരനെ നമ്മളറിയാം, നേരത്തെ വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് സാധനവും വാങ്ങി പിന്നെ തൊട്ടപ്പുറത്തെ അവന്യൂസ് മാളിൽ പോയി. അവിടുത്തെ 3rd ഫ്ലോറിൽ ഒരു വാട്ടർഫോളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നല്ല വലിയ മാളാണ്. ഇവിടെ കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം നമുക്ക് തികയത്തില്ല, അത്രയ്ക്കുണ്ട് കാണാൻ. ഒരു കടയിൽ കയറിയാൽ പിന്നെ അടുത്ത കട അങ്ങനെ 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 പോയിക്കൊണ്ടേയിരിക്കും, കാരണം അത്രയും ഉണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കാനായിരുന്നാലും ഇരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒരു വൈബായിരുന്നാലും സെറ്റാണ്. പിന്നെ അവിടെ നിന്ന് കറങ്ങി കറങ്ങി വിശന്നിട്ട് പിസ്സ ഹട്ടിൽ കയറി. പുള്ളി പിസ്സ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ആഗ്രഹം അല്ലേ അന്ന് വെച്ചിട്ട് നമ്മൾ പിസ്സ കഴിക്കാൻ പോയി. ഒരു സ്പൈസി ചീസി പിസ്സ എന്താ ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടെന്നൊക്കെ പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. പിസ്സ അടിപൊളി പിസ്സ, ഏറ്റവും നല്ല പിസ്സ. അത്രയും വേണോ? അത്രയും വേണം. ഞാൻ KFC കാട്ടിന് എനിക്ക് ടേസ്റ്റ് തോന്നുന്നു. KFC ലവറാണ് ഈ പറയുന്നത്. അതെ, തീർച്ചയായും. എന്തുകൊണ്ട് പച്ചക്കറിയൊക്കെ ഉള്ളത് ആകപ്പാടെ ഉള്ളത് ക്യാപ്സിക്കം, പിന്നെ കുറേ ഒരു ക്യാരറ്റ്, പിന്നെ ഉള്ളി.